ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി ഇന്ദ്രജയ്ക്കും വേദയ്ക്കും വിജയനും ചായ കൊടുത്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഹരിത ചോദിക്കുകയാണ്, എന്താ എനിക്ക് ചായ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മേഡത്തിന് ചായ ഞാൻ തരുന്നില്ല, കാരണം ഞാൻ തരുന്ന ഫുഡൊന്നും മേഡം കഴിക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ തരുന്നത്. അത് കേട്ടപ്പോൾ നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമായിട്ടല്ല, ഞാൻ തരുന്ന ഒരു ഭക്ഷണവും മേഡം കഴിക്കില്ല എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് മേഡത്തിന് തരാതിരിക്കുന്നത്. മേഡം ഞാൻ തൊട്ട ഡ്രസ്സ് പോലും കത്തിച്ച് കളഞ്ഞ ആളല്ലേ, അപ്പോൾ പിന്നെ ചായ ഞാൻ എങ്ങനെയാണ് മേഡത്തിന് തരിക. അത് കേട്ടപ്പോൾ ഇന്ദ്രജയും വേദയും പറയണ്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, ഇപ്പം ഹരിതയായിട്ട് നിന്നോട് ചായ ചോദിച്ചതല്ലേ, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ നീ ഹരിതയ്ക്കുള്ള ചായ എടുത്തുകൊണ്ട് വാ എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവാണ്. അങ്ങനെ സൂര്യയ്ക്ക് വെച്ച് ചായയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അത് കണ്ടപ്പോൾ രാജു ചോദിക്കുകയാണ്, എന്താ ഈ ചായ സൂര്യ സാറിനാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഹരിത മേഡത്തിന് ചായ വേണത്രേ. ചായ വേണമെന്നോ, നീ കൊടുക്കുന്ന ചായയും ഒന്നും കുടിക്കില്ല എന്നല്ലേ പറഞ്ഞത്. ഇന്നലെ വലിയ പ്രശ്നമുണ്ടാക്കിയതാണല്ലോ, ഹരിത മേഡത്തിൻ്റെയും നന്ദിനി മോളുടെയും ഡ്രസ്സുകൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞ് ഡ്രസ്സ് വരെ കത്തിച്ച് കളഞ്ഞതല്ലേ, പിന്നെ എങ്ങനെയാണ് നന്ദിനി മോൾ ഉണ്ടാക്കി കൊടുത്ത ചായ അവർ കുടിക്കുന്നത്. അറിയില്ല, ഇപ്പോൾ ചായ വേണമെന്നാ പറയുന്നത്. എന്തായാലും രാജുവേട്ടാ, ഞാൻ ഈ ചായ കൊണ്ടു കൊടുത്തിട്ട് വരാം. അത് വേണ്ട മോളെ, ഇനിയിപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനായിരിക്കും. ഇല്ല, ചോദിച്ചതല്ലേ, കുടിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ സൂര്യ സാർ എണീറ്റ് വരുന്നതിൻ്റെ മുന്നേ അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാണ് എന്നും പറഞ്ഞ് ആ ചായയുമായിട്ട് ഹരിതയുടെ അടുത്തേക്ക് ചെല്ലട്ടോ. അത് കണ്ടപ്പോൾ രാജുവിനൊരു പന്തികേട് പോലെ തോന്നാണ്. ഇതിലെന്തോ ഒരു ചതിയുണ്ടല്ലോ, നന്ദിനിക്കെതിരെ മറ്റെന്തെങ്കിലും ഉപയോഗിക്കാനായിരിക്കും ഇപ്പോൾ ചായ ചോദിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് രാജു നന്ദിനിയുടെ ഒപ്പം ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഹരിതയ്ക്ക് ആ ചായ കൊടുക്കുകയാണ്. ചായ ഇതാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്താ നന്ദിനി നിനക്കെന്താ എന്നെ മേഡം വിളിക്കാൻ ഒരു മടിയുണ്ടല്ലോ. ഇല്ല, ഇതാ മേഡം ചായ, എങ്കിൽ ഉറക്കെ പറയ്. അങ്ങനെ നന്ദിനിയെ കൊണ്ട് വീണ്ടും മേഡം എന്ന് വിളിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹരിത മേഡം ദാ ചായ എന്ന് പറഞ്ഞ് നന്ദിനി കൊടുക്കുകയാണ്. അങ്ങനെ ഹരിത ആ ചായ വാങ്ങിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി പോവാൻ നിൽക്കുമ്പോൾ, എങ്ങോട്ടാ നീ പോകുന്നത്. അല്ല മേഡത്തിന് ചായ തന്നല്ലോ, ഇനി ഞാൻ പോയിക്കോട്ടെ. പോവാൻ വരട്ടെ, ഞാൻ പറഞ്ഞില്ലല്ലോ നിന്നോട് പോവാൻ, നീ കുറച്ചങ്ങ് നീങ്ങി നിന്നേ എന്ന് പറയണേ. അങ്ങനെ നന്ദിനി നീങ്ങി നിന്ന ഉടനെ തന്നെ ഹരിതയുടെ കയ്യിലുള്ള ആ ചൂട് ചായ നന്ദിനിയുടെ ദേഹത്തേക്ക് അങ്ങ് ഊത്തുകയാണ്. അതോടുകൂടി നന്ദിനി അങ്ങ് ചൂട് കാരണം അങ്ങ് പെടയുകയാണ് കേട്ടോ. അയ്യോ മേഡം എന്താണ് ഈ കാണിച്ചത്, എനിക്ക് വല്ലാതെ പൊള്ളുന്നു എന്ന് പറഞ്ഞ് നന്ദിനി പെട്ടെന്ന് അങ്ങ് തുടച്ചു കളയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയോട് ഹരിത പറയാണ്, നീ വല്ലാതെ അഭിനയിക്കേണ്ട, പോ എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറയണം. അങ്ങനെ നന്ദിനി പൊള്ളലേറ്റുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. അത് കാണുന്ന രാജുവിന് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. അങ്ങനെ നന്ദിനിയുടെ അടുത്തേക്ക് രാജു ചെല്ലുകയാണ്. എന്താ മോളെ, എന്താ, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവൾക്ക് ആ ഹാരിയത്തയ്ക്ക് അഹങ്കാരം പിടിച്ച് അവൾക്ക് ചായ കൊണ്ടു കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, കണ്ടില്ലേ എന്തോ ഒരു ചതിയുണ്ട് എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി മോളെ. ഇവരൊക്കെ അഹങ്കാരം പിടിച്ചവരാണ്, ഇവർക്കൊന്നും മനുഷ്യരോട് ദയയില്ലാത്തവരാണ്, മനുഷ്യരോടൊന്നും ദയയോട് കൂടി പെരുമാറാത്തവരാണ്, ഇവരെ അങ്ങനെ വെറുതെ വിടരുത്. നീ വാ മോളെ, നമുക്ക് സൂര്യ സാറിനോട് പറയാം. അങ്ങനെ രാജു സൂര്യയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നന്ദിനി പറയണ, വേണ്ട രാജുവേട്ടാ, സൂര്യ സാറിനെ അറിയിക്കേണ്ട, സൂര്യ സാറിനെ അറിയിച്ചാൽ ഇത് വലിയ പ്രശ്നമായി തീരും. പിന്നെ എനിക്കിതൊന്നും പതിവുള്ള കാര്യമല്ലല്ലോ, ഇങ്ങനെ എത്ര തവണ ചൂട് ചായയൊക്കെ എന്നെ ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമില്ല രാജുവേട്ടാ. അത് പറ്റില്ല മോളെ, ഇതിങ്ങനെ വെറുതെ വിടരുത്. രാജുവേട്ടാ, ഞാൻ പറഞ്ഞതൊന്ന് ആദ്യം കേൾക്ക്, വെറുതെ ഇത് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കണ്ട. എന്നെ സൂര്യ സാറാണ് ആദ്യം വഴക്ക് പറയുക, കാരണം സൂര്യ സാർ എന്നോട് ഇവർക്കാർക്കും ഒന്നും ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞാൽ സൂര്യ സാർ ആദ്യം എന്നെ വഴക്ക് പറയും. അവർക്കിപ്പോൾ എൻ്റെ ദേഹത്ത് ചായ ഒഴിച്ചത് കൊണ്ട് സന്തോഷം കിട്ടിയിട്ടുണ്ടാവും, അതല്ലേ ഇപ്പോൾ അവർക്ക് വേണ്ടു, അതായിക്കോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല. രാജുവേട്ടൻ പോയി പെട്ടെന്ന് സൂര്യ സാറിനുള്ള ചായ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ എന്തായാലും സൂര്യ സാർ എണീക്കുന്നതിന് മുന്നേ ഇതൊന്ന് മാറി വരാം, അല്ലെങ്കിൽ സൂര്യ സാർ ഇത് കണ്ടാൽ ഇതിൻ്റെ പേരിൽ ഈ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞ് സൂര്യയെ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് നന്ദിനി ഡ്രസ്സ് മാറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ നന്ദിനി സൗണ്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ പോകാൻ ഒരുങ്ങുകയാണ്. റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് സൂര്യ ഉണർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നന്ദിനി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അയ്യോ, സൂര്യ സാർ ഉണർന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇത് കണ്ട വലിയ പ്രശ്നമുണ്ടാകുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തിലോട്ടോ. അങ്ങനെ സൂര്യയുടെ കാണാതിരിക്കാൻ വേണ്ടി നന്ദിനി തിരിഞ്ഞു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് സൂര്യ, എന്താ നന്ദിനി നീ തിരിഞ്ഞു നടക്കുന്നത്. ഏയ് ഒന്നുമില്ല, പിന്നെ എന്താ നിനക്കൊരു കള്ള ലക്ഷണമുണ്ടല്ലോ. ഇല്ല ഒന്നുമില്ല സൂര്യ
സൂര്യ സാർ, നീ എവിടെ പോയതാണ്? അത് പിന്നെ സൂര്യ സാർ, ഞാൻ കിച്ചണിലേക്ക് പോയതാണ്, ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് കിച്ചണിലേക്ക് പോകരുതെന്ന്? നിനക്ക് ചായ ഉള്ളത് രാജേട്ടൻ ഇവിടെ കൊണ്ടുതരുമല്ലോ, പിന്നെ എന്തിനാണ് നീ കിച്ചണിലേക്ക് പോയത്? അത് പിന്നെ സൂര്യ സാർ, നീ എന്താ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്? നിനക്കെന്താ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ വയ്യേ? ഏയ് ഒന്നുമില്ല സൂര്യ സാർ, എങ്കിൽ തിരിഞ്ഞു നിൽക്ക് എന്ന് പറയട്ടോ. അങ്ങനെ പെട്ടെന്ന് നന്ദിനി അങ്ങ് തിരിയുകയാണ്. അപ്പോഴത്തേക്കും സാരി വെച്ച് സാരിയുടെ തലപ്പ് വെച്ച് അങ്ങ് മറക്കുകയാണ് കേട്ടോ. ചായ ഒഴിച്ച് ആ ഭാഗം അങ്ങ് മറക്കുകയാണ്. അപ്പോഴൊക്കെ സൂര്യയ്ക്ക് ഒരു സംശയം വരുന്നുണ്ട്, ഇവളെന്താ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് സൂര്യ നന്ദിനിയെ ഒന്ന് നോക്കുകയാണ്. അപ്പോഴത്തേക്കും രാജു സൂര്യയ്ക്കുള്ള ചായയുമായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയ്ക്ക് ചായ കൊടുക്കുകയാണ്. സൂര്യ രാജുവിനോട് പറയണേ, രാജുവേട്ടാ, ഇനി മുതൽ നന്ദിനിക്കുള്ള ചായ ഇവിടേക്ക് റൂമിലേക്ക് കൊണ്ടുവരണം, അല്ലാതെ ഇനി മുതൽ നന്ദിനിയെ കിച്ചണിലേക്ക് ഒരു പണിക്കും കയറ്റാൻ പാടില്ല, അത് രാജുവേട്ടൻ നോക്കണം. നന്ദിനി ജോലി ചെയ്യാൻ വന്നാലും രാജുവേട്ടൻ നന്ദിനിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ സമ്മതിക്കരുത്, അത് രാജുവേട്ടൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളണം എന്ന് പറയട്ടെ. അങ്ങനെ നന്ദിനി നീ കേൾക്കുന്നില്ലേ? അപ്പോൾ പെട്ടെന്ന് നന്ദിനി, ഇല്ല ഞാൻ ഒരു ജോലിയും ചെയ്യില്ല സൂര്യ സാർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ, എന്താ നന്ദിനി, നീ എന്താ ഒരു കള്ളത്തരമുണ്ടല്ലോ, നീ എന്താ ധൃതി പിടിച്ചു ഓടുന്നത്? നീ ഒന്ന് എൻ്റെ അടുത്തേക്ക് വന്നേ. അത് കേട്ടപ്പോൾ നന്ദിനി അങ്ങ് പരുങ്ങുകയാണ് കേട്ടോ. നിന്നോടല്ലേ നന്ദിനി പറഞ്ഞത് എൻ്റെ മുന്നിലേക്ക് വരാനും? അപ്പോൾ സൂര്യയുടെ അടുത്തേക്ക് നന്ദിനി വരുന്ന സമയത്ത് സാരിയുടെ തലപ്പ് വെച്ച് ആ ഭാഗം ഇങ്ങനെ മറയ്ക്കുമ്പോൾ, നീ എന്താ നന്ദിനി ഈ കാണിക്കുന്നത്? നീ എന്താ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? എന്താ സംഭവം? ഏയ് ഒന്നുമില്ല എന്ന് പറയും. അല്ലല്ലോ, എന്തുകൊണ്ടല്ലോ, നിൻ്റെ സാരിയൊക്കെ എന്താ മുഷിഞ്ഞതുപോലെയുണ്ടല്ലോ. അത് പിന്നെ സൂര്യ സാർ, ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കൈ സ്ലിപ്പായി ചായ മുഴുവനും ദേഹത്തേക്ക് അങ്ങ് പോയി, അതാണ് ഇത്ര അഴുക്കായത്. അത് കേട്ടപ്പോൾ രാജുവേട്ടന് അത് സഹിക്കുന്നില്ല. അപ്പോൾ രാജു പറയണേ, എന്തിനാണ് നന്ദിനി മോളെ ഇങ്ങനെ സൂര്യ സാറിനോട് കള്ളം പറയുന്നത്? അല്ല സൂര്യ സാർ, ഇവിടെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, നന്ദിനി പറയുന്നതെല്ലാം കള്ളമാണ്. എന്താണ് രാജുവേട്ടാ? അപ്പോൾ നന്ദിനി, രാജുവേട്ടാ വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ സൂര്യ അങ്ങ് ഒച്ചയെടുക്കുക, നന്ദിനി നീ ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. എന്താ രാജുവേട്ടാ, എന്താ ഉണ്ടായത്? അങ്ങനെ രാജു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. നന്ദിനിയോട് ചായ ചോദിച്ചതും ഹരിത ആ ചായ, ചൂട് ചായ നന്ദിനിയുടെ ദേഹത്ത് ഒഴിച്ചതും അങ്ങനെ എല്ലാം രാജു കണ്ണു നിറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എന്തുമാത്രം അധികമാണ് ഇവിടെയുള്ളവരെല്ലാവരും നന്ദിനിയെ ദ്രോഹിക്കുന്നത്. എത്ര പറഞ്ഞാലും നന്ദിനി അതൊന്നും അനുസരിക്കില്ല. സൂര്യ സാറും യതീന്ദ്രൻ സാറും എത്ര പറഞ്ഞതാണ് നന്ദിനിയോട് ഈ വക ജോലിയൊന്നും ചെയ്യരുത്, ഇവരാരും ഒന്ന് പറഞ്ഞാലും അനുസരിക്കരുത് എന്നൊക്കെ നന്ദിനിയോട് ഒരുപാട് പറഞ്ഞതല്ലേ. എന്നിട്ടും നന്ദിനി അതൊന്നും അനുസരിക്കുന്നില്ല. നന്ദിനി ഒന്നല്ലെങ്കിൽ ഈ വീട്ടിലെ മരുമകളല്ലേ, സൂര്യ സാറിൻ്റെ ഭാര്യയല്ലേ. എന്നിട്ടാണ് അമേരിക്കയിൽ നിന്നും വന്ന ഹരിത മേഡം ഇങ്ങനെ ഒരു ക്രൂരത നന്ദിനിയോട് ചെയ്തത്. നന്ദിനിയുടെ മുഖത്തേക്കാണ് ഇത് ഒഴിച്ചതെങ്കിൽ നന്ദിനിയുടെ മുഖമൊക്കെ വെന്തു പോയിരുന്നില്ലേ. എന്ത് കണ്ണിച്ചോര ഇല്ലാതെയാണ് അവർ നന്ദിനിയോട് പെരുമാറുന്നത്, ഇത്രയ്ക്ക് ദയയില്ലാത്തവരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രാജു ഒരുപാട് കാര്യം അങ്ങ് പറഞ്ഞതോടുകൂടി സൂര്യയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ സൂര്യ പറയണം, നന്ദിനി വാ ഇവിടെ എന്ന് പറയുമ്പോൾ, വേണ്ട സൂര്യ സാർ, ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ, ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്, വാ ഇവിടെ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ച് ആ ഗ്ലാസ്സിലെ ചായയുമായിട്ടാണ് സൂര്യ താഴേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ സൂര്യയുടെ കയ്യിൽ രാജു കൊടുത്ത ചായ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനിയുടെ കൈ പിടിച്ച് സൂര്യ ആ ചായയുമായിട്ട് താഴേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാണ്ട്. അപ്പോൾ ഹരിതയാണെങ്കിൽ നല്ല സ്റ്റാറായ രീതിയിൽ വിജയൻ്റെയും വേദയുടെയും ഇന്ദ്രജയുടെ മുന്നിൽ കാലുമക്കാലൊക്കെ ഇരുന്ന് ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും നന്ദിനിയോട് ഹരിത ചെയ്ത പ്രവൃത്തി ഇങ്ങനെ ഹരിതയെ അങ്ങനെ പുകഴ്ത്തി സംസാരിക്കാണ്ടോ, നിനക്ക് നല്ല ധൈര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യ താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇന്ദ്രജ പറയാണ്, ഇനിയിപ്പോൾ നന്ദിനി എങ്ങാനും സൂര്യയോട് ഇക്കാര്യം പറഞ്ഞാൽ അവൻ നല്ല ദേഷ്യത്തിലിപ്പോൾ ഇറങ്ങി വരും, ഇവിടെ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അത് കേട്ടപ്പോൾ വിജയൻ അങ്ങ് പേടിയാവണ്ട. അപ്പോൾ വിജയൻ പറയണേ, എങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നില്ല, ഞാൻ റൂമിലേക്ക് പോവുകയാണ്. കാരണം എത്ര തന്നെ ദേഷ്യം വന്നാലും സൂര്യ ഒരിക്കലും സ്ത്രീകളെ അടിക്കില്ല. അപ്പോൾ പിന്നെ ആ അടി എനിക്കായിരിക്കും കിട്ടുക, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് പോവട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്കായിരിക്കും മിക്കവാറും ആ അടി കിട്ടുന്നത്. നിങ്ങളെ ആരെയും അടിക്കാൻ കഴിയാത്തത് കൊണ്ട് എല്ലാ ദേഷ്യവും എന്നോടാവും തീർക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ എണീറ്റ് പോവട്ടെ എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയണേ, നിങ്ങളൊന്നും അവിടെ ഇരുന്നേ, സൂര്യ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഹരിത പറയണേ, വിജയേട്ടൻ അവിടെ ഇരിക്കേ, സൂര്യ ഒന്നും ചെയ്യില്ല, സൂര്യയെ നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പേടിക്കുന്നത് കൊണ്ടാണ് സൂര്യ നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് സൂര്യ നന്ദിനിയുടെ കൈയും പിടിച്ച് കയ്യിലുള്ള കാപ്പിയുമായിട്ട് അവിടേക്ക് വരുന്നത്. എന്നിട്ട് സൂര്യ ചോദിക്കുകയാണ് അവരോട്. അപ്പോൾ സൂര്യയെ കണ്ടപ്പോൾ വിജയനും ഇന്ദ്രജയും വേദയും അങ്ങ് ഞെട്ടിപ്പോന്നിട്ട്. അപ്പോൾ ഹരിതയാണെങ്കിലോ നല്ല അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, ആരാണ് നന്ദിനിയുടെ ദേഹത്തേക്ക് ചായ ഒഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിജയൻ അങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് വിജയൻ പേടിയോടുകൂടി പറയാണ്, അളിയ
ഞാൻ കണ്ടില്ല, എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കില്ല. അപ്പോൾ വീണ്ടും സൂര്യ ഒച്ച എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് നന്ദിനിയുടെ ദേഹത്തേക്ക് ചായ ഒഴിച്ചത് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഹരിത അഹങ്കാരത്തോടു കൂടി പറയാണ്, ഞാനാണ് ഒഴിച്ചത്. എന്താ ചായയല്ലേ ഒഴിച്ചത്, അല്ലാതെ കെമിക്കലൊന്നുമല്ലല്ലോ ഒഴിച്ചത്. എന്താടി നീ എന്താ, നിനക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാണോ നീ സൂര്യയും കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്? അപ്പോൾ നന്ദിനി പറയണേ, മേഡം ഞാനൊന്നും സൂര്യ സാറിനോട് പറഞ്ഞിട്ടില്ല. എനിക്കെന്താടി നീ സൂര്യയും കൊണ്ടുവന്ന ഞാൻ അങ്ങ് പേടിച്ചു പോകുമെന്ന് നീ കരുതിയോ എന്നങ്ങ് ചോദിച്ചതോടു കൂടി സൂര്യയുടെ കയ്യിലുള്ള ചായ ഹരിതയുടെ ദേഹത്തേക്ക് അങ്ങ് വീശി ഒഴിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഹരിത അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് ആ ഒഴിക്കലിൻ്റെ ശക്തി കൊണ്ട് അവിടെ ഇരിക്കുന്ന വേദയുടെയും ഇന്ദ്രജയുടെയും വിജയൻ്റെ ഒക്കെ ദേഹത്തേക്ക് ചെറുതായിട്ടൊക്കെ തെറിക്കുന്നുണ്ട്. എന്നിട്ട് സൂര്യയുടെ കയ്യിലുള്ള ഗ്ലാസ് നിലത്തേക്ക് അങ്ങ് എറിയുകയാണ് കേട്ടോ. അപ്പോൾ ഹരിത അലറിങ്ങോണ്ട് സൂര്യ എന്നങ്ങ് വിളിക്കുമ്പോൾ, എന്താടി ഇനി ഒച്ച എടുക്കുന്നത്, ഇത് ഇന്ത്യയിലെ ചായയാണ്, ഇതിലൊന്നും കെമിക്കൽ ഉണ്ടാവില്ല, അത്രയ്ക്ക് തരം താഴ്ന്ന വൃത്തികെട്ട പണിയൊന്നും നന്ദിനി ചെയ്യില്ല, പക്ഷേ സൂര്യ ചെയ്യും, സൂര്യക്ക് ഇങ്ങനെ ചെയ്യാനൊന്നും ഒരു മടിയുമില്ല എന്ന് പറഞ്ഞ് സൂര്യ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഹരിതയെ നാണം കെടുത്തിയ ശേഷം നന്ദിനി ഇവിടെ വാ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് അങ്ങ് പോവാട്ടോ. അതോടുകൂടി ഹരിത അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് നന്ദിനിയോട് റൂമിൽ ചെന്ന ശേഷം സൂര്യ അങ്ങ് ദേഷ്യപ്പെടുകയാണ്, നിന്റെ ഈ സ്വഭാവമാണ് മാറ്റേണ്ടത്, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ആര് തന്നെ എന്ത് ജോലി പറഞ്ഞാലും നീ അതൊന്നും ചെയ്യരുത് എന്ന്. നിനക്കെന്താ എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവാത്തത്, നീ സൂര്യയുടെ ഭാര്യയാണ്, അതുകൊണ്ട് എനിക്കുള്ള എല്ലാ അധികാരവും അവകാശവും നിനക്കും ഇവിടെ ഉണ്ട്. ഇവിടെ ഇന്ദ്രജയേക്കാളും വേദയേക്കാളും വിജയ അളിയനേക്കാളും ഒക്കെ കൂടുതൽ സ്ഥാനം നിനക്കാണുള്ളത്, അത് നീ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ സൂര്യ സാർ എന്തായാലും ഹരിത മേഡത്തിൻ്റെ ദേഹത്തേക്ക് ചായ ഒഴിക്കണ്ടായിരുന്നു, ചൂട് ചായ ഒഴിക്കാൻ പാടില്ലായിരുന്നു, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സൂര്യ പറയണേ, എന്താ നന്ദിനി നീ പറഞ്ഞ മനസ്സിലാക്കാത്തത്, അപ്പോൾ നിൻ്റെ ദേഹത്തേക്ക് ചായ ഒഴിച്ചതിൽ ഒരു പ്രശ്നവുമില്ലേ, നിൻ്റെ ദേഹത്തേക്ക് ചൂട് ചായ ഒഴിച്ചപ്പോൾ നിനക്കെന്താ, നിനക്ക് വേദനിച്ചില്ലേ, നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയുടെ ദേഹത്തേക്ക് ചായ ഒഴിച്ചാൽ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ, നീ എന്താ നന്ദിനി ഇത്ര പാവമായിട്ട് നീ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്, ഇനിയെങ്കിലും നിനക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്, ഇനിയെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നീ ഇനി എല്ലാവരോടും നിന്നോട് എന്തെങ്കിലും ജോലി പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നീ തുറന്നു പറയണം. അതെ എപ്പോൾ നോക്കിയാലും രാജുവേട്ടനോടൊപ്പം കിച്ചണിൽ പോയിട്ട് ജോലി എടുക്കുകയല്ല വേണ്ടത്. അത് പിന്നെ സൂര്യ സാർ ജോലി എടുത്ത് ഭക്ഷണം ഉണ്ടാക്കിയാലല്ലേ നമുക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാൻ പറ്റൂ. ആഹാരം കഴിക്കുന്നതൊക്കെ ശരി തന്നെ, നീ ഭക്ഷണം ഉണ്ടാക്കിക്കോ, പക്ഷേ നീ ഈ വീട്ടിലുള്ളവർ മറ്റു ജോലികൾ നിന്നോട് പറഞ്ഞാൽ നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നീ തുറന്നു പറയണം. നിന്നോടത് എത്ര പറഞ്ഞാലും നീ എന്താ നന്ദിനി അത് അനുസരിക്കാത്തത്. അത് പിന്നെ സൂര്യ സാർ ആദ്യം നിൻ്റെ ഈ സൂര്യ സാർ എന്നുള്ള വിളി ആദ്യം നിർത്തണം, എങ്കിലാണ് എല്ലാം ശരിയാവും. അപ്പോൾ പിന്നെ സൂര്യ സാറിന് പിന്നെ ഞാൻ എന്ത് വിളിക്കാനാണ്, എനിക്ക് പേരുണ്ട്, നീ എന്നെ സൂര്യ എന്ന് വിളിച്ചോ. അയ്യോ സാറിനെ എങ്ങനെ സൂര്യ എന്നൊക്കെ വിളിക്കുക, പിന്നെ എന്താ വിളിക്കേണ്ടത്, ഭർത്താവിനെ സാധാരണ എല്ലാവരും എന്താണ് വിളിക്കുക, ഭർത്താവിനെ എല്ലാവരും വിളിക്കുന്നത് പോലെ എനിക്ക് സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിച്ച് എനിക്കത് ശീലമായി, അതുകൊണ്ടാണ് എനിക്കിനി മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല, പറ്റില്ല, ഇനി ആദ്യം സൂര്യ സാർ എന്നുള്ള വിളി മാറ്റി എന്നെ സൂര്യ എന്നോ അല്ലെങ്കിൽ ഏട്ടാ എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ മതി, അല്ലാതെ ഇനി മേലിൽ നീ എന്നെ സൂര്യ സാർ എന്ന് വിളിക്കരുത്. എന്നെ ഈ റൂമിൽ വെച്ച് നീ എനിക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, എനിക്കൊരു കുഴപ്പവുമില്ല, പക്ഷേ ഈ വീട്ടിലെ പത്മ മേഡത്തിൻ്റെ മുന്നിൽ വെച്ച് എന്നെ നീ ഏട്ടാ എന്ന് തന്നെ വിളിക്കണം, അതും എല്ലാവരും കേൾക്കെ തന്നെ എന്നെ ഏട്ടാ എന്ന് വിളിക്കണം. എന്നാൽ നീ ഒന്നത് വിളിച്ചേ, എനിക്കൊന്ന് കേൾക്കട്ടെ. അത് പിന്നെ സൂര്യ സാർ എനിക്കിപ്പോൾ ഞാനല്ലേ നിന്നോട് പറഞ്ഞത് സൂര്യ സാർ എന്ന് വിളിക്കരുത് എന്ന്, എന്നെ ഏട്ടാ എന്ന് വിളിക്കുക, അത് പിന്നെ എനിക്കത് വരില്ല. എന്താ നീ പറഞ്ഞത്, നിന്നോടാണ് ഞാൻ പറഞ്ഞത് എന്നെ ഏട്ടാ എന്ന് വിളിക്കും. അപ്പോൾ പെട്ടെന്ന് നന്ദിനിക്ക് അങ്ങ് എക്കിൾ വരികയാണ് കേട്ടോ. അപ്പോൾ നീ ശാന്തമായിട്ട് വിളിച്ചാൽ മതി, കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. അപ്പോൾ വീണ്ടും എനിക്ക് കഴിയില്ല, എനിക്ക് വിളിക്കാൻ വരില്ല, എനിക്കിത് ശീലമായി പോയി, സൂര്യ സാർ എന്ന് വിളിച്ച് എനിക്ക് ശീലമായി പോയി, പറ്റില്ല നന്ദിനി, നിന്നോട് ഞാനാണ് പറഞ്ഞത്, ഇനി മുതൽ എൻ്റെ വീട്ടിലുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ ഏട്ടാ എന്ന് തന്നെ നീ വിളിച്ചിരിക്കണം. നീ ഇപ്പോൾ ആദ്യം പോയി നീ ബാത്റൂമിൽ പോയി നിൻ്റെ ഡ്രസ്സൊക്കെ മാറിയ ശേഷം നീ ഇങ്ങ് വാ, എന്നിട്ട് എന്നെ ഏട്ടാ എന്ന് വിളിക്കണം. അതിൻ്റെ മുന്നേ നീ ഏട്ടാ എന്ന് വിളിച്ച് പരിശീലിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണം, എന്നിട്ട് ഏട്ടാ എന്ന് തന്നെ എല്ലാവർക്കും മുന്നിൽ എന്നെ വിളിച്ചിരിക്കണം എന്ന് പറയട്ടോ. അതോടുകൂടി നന്ദിനി ഒരു പതറുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി നേരെ ബാത്റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയ ശേഷം പുറത്തേക്ക് വരികയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നന്ദിനിയോട് ഏട്ടാ എന്ന്
എന്ന് വിളിക്കാൻ വേണ്ടി സൂര്യ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഈ സമയം ഗംഗയുടെ വീട്ടിൽ പത്രമെടുത്ത് പരിശോധിക്കുകയാണ് ഗംഗ. പത്രം അരിച്ചു പെറുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജീവ് വരികയാണ്. എന്നിട്ട് ചോദിക്കണം, അല്ല ഗംഗ, നീ എന്താ പതിവില്ലാതെ ഇന്ന് പത്രം മുഴുവനും അരിച്ചു പെറുക്കുന്നത്? അതെനിക്ക് രാജീവേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പേപ്പറിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. എന്താണാവോ ഗംഗ, ഞാൻ അറിയാത്ത ആ ഒരു പ്രധാനപ്പെട്ട കാര്യം? അത് പത്മയ്ക്കുള്ള ഒരു കെണിയാണ്. അപ്പോഴത്തേക്കും പേപ്പറിൽ ആ ന്യൂസ് വന്നത് ഗംഗ കാണുകയാണ്. എന്നിട്ട് രാജുവിനോട് പറയണേ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ദാ ഏട്ടാ, പ്രധാനപ്പെട്ട ഹെഡ്ലൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. അത് കണ്ടപ്പോൾ രാജീവ്, ഇതെന്താ ഒരു പ്രതിമയാണല്ലോ? അതെ, ഇതൊരു വിഗ്രഹം തന്നെയാണ്. ഞാൻ പത്മയുടെ വീട്ടിൽ കൊണ്ടുപോയ അതേ വിഗ്രഹം. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച പത്മയ്ക്കുള്ള ഏറ്റവും വലിയ കെണി. എന്താണ്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. എന്താ ഗംഗ നീ ഉദ്ദേശിച്ചത്? ഏട്ടാ, ഞാൻ പത്മയുടെ വീട്ടിലേക്ക് ഒരു വിഗ്രഹം കൊണ്ടുപോയില്ലേ? അതൊരു വിഗ്രഹം, സാധാരണ ഒരു വിഗ്രഹമല്ല, എത്രയോ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു വിഗ്രഹമാണ്. അതൊരു ക്ഷേത്രത്തിൽ നിന്നും ഞാൻ എൻ്റെ ആളുകളെ കൊണ്ട് മോഷ്ടിപ്പിച്ചതാണ്. എന്നിട്ട് ഇത്രയും ദിവസമൊന്നും ആ ക്ഷേത്രത്തിലുള്ള ആർക്കും തന്നെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം നഷ്ടപ്പെട്ട വിവരം ഇപ്പോഴാണ് അവരറിഞ്ഞത്. ഇപ്പോൾ അത് വലിയൊരു വാർത്ത തന്നെ ആയിട്ടുണ്ട്. പോലീസ് ഇത് കേസെടുക്കുകയും ചെയ്തു. ഇതിന് കോടികൾ വിലമതിക്കുന്ന വിഗ്രഹമാണ്. ആ വിഗ്രഹമാണ് ഞാൻ പത്മയുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അപ്പോൾ രാജു പറയണി, എന്ത് വിഡ്ഢിത്തരമാണ് ഗംഗ നീ കാണിച്ചത്? ആ വിഗ്രഹത്തിന് അത്രയും കോടികൾ വിലമതിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് പുറത്തേക്ക് വിൽക്കാമായിരുന്നില്ലേ? എങ്കിൽ ആ കോടികൾ നിനക്ക് ലഭിച്ചേനെ. ഇത് തന്നെയാണ് രാജീവേട്ട നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പത്മയ്ക്ക് ഒരുക്കിയ കെണിയാണ് ഇത് എന്ന് പറഞ്ഞ് പത്മയുടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗംഗ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.